ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പല കമ്പനികളും ഷെയർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാവും. ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സാധാരണ ചെയ്യുന്ന രീതിയാണ് അവരുടെ കയ്യിലുള്ള ഓഹരിയുടെ ഒരു പോർഷൻ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലുള്ളതിൻ്റെ ഒരു പോർഷൻ അവർ പ്ലഡ്ജ് ചെയ്യാറുണ്ട് ലോൺ എടുക്കാൻ വേണ്ടി. നമ്മളിപ്പം വീട് വെക്കാനാണെന്നുണ്ടെങ്കിൽ സ്ഥലവും വെക്കുന്ന വീടും കൂടെ മാർജിനായിട്ട് കൊടുത്തിട്ടായിരിക്കും, പ്ലഡ്ജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ലോൺ എടുക്കുന്നത്. ഈ ലോൺ എടുക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ബിൽഡിങ് വെക്കും. അപ്പോൾ നമ്മുടെ ലാൻഡ് ഓൾറെഡി അവിടെ ഉണ്ട്, വെച്ച വീടും ഒരു ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഷെയർ കയ്യിലുണ്ട്, ഈ ഷെയറിൻ്റെ ഗ്യാരണ്ടിയിൽ കമ്പനിക്ക് ലോൺ കിട്ടും. ഈ കിട്ടുന്ന ലോൺ കൊണ്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, ഗ്രോ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഡെറ്റ് എപ്പോഴും കുറഞ്ഞിരിക്കാൻ നോക്കണം. അതായത് ഡെറ്റ് കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യുമ്പോൾ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നാച്ചുറലി ഒരുപാട് വലിയ കമ്പനി, ടാറ്റ ഗ്രൂപ്പിൽ തന്നെ അത് റിലയൻസിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലുതോ ചെറുതോ ആയിട്ടുള്ള പല കമ്പനികളും കടത്തിന് തന്നെ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണ് ബിസിനസ്സൊക്കെ ഇങ്ങനെ റൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത്